റെയിൻ ലില്ലി കൊണ്ട് മുറ്റത്ത് ഞാൻ ഒരുക്കിയ മനോഹരമായ ഒരു പൂന്തോട്ട വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതാണ് നമ്മൾ പറിച്ചു നടാൻ പോകുന്ന റെയിൻ ലില്ലി ചെടികൾ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വീറ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഈ ഭാഗത്താണ് ഞാൻ ഇത് നടാൻ പോകുന്നത്. ഇതിനായി അവിടെയുള്ള പോട്ടുകളെല്ലാം നീക്കി ഒരു ചെറിയ കുറ്റിച്ചൂല് കൊണ്ട് അവിടെയുള്ള കച്ചറയെല്ലാം ഞാൻ അടിച്ച് വൃത്തിയാക്കി. ശേഷം ഒരു പിക്കാസ് കൊണ്ട് ഇതുപോലെ നീളത്തിൽ ഞാൻ നന്നായി കൊത്തിയെടുത്തു. ഏകദേശം ഒരു ചാണോളം ആഴത്തിൽ തന്നെ ഞാൻ കുഴിയെടുത്തു. കുഴിയിലെ മണ്ണെല്ലാം ഒരു തൂമ്പ കൊണ്ട് വാരി പുറത്തേക്കിട്ട് ആ മണ്ണെല്ലാം കുഴിയിലേക്ക് വീണ്ടും വീഴാത്ത വിധം ഞാൻ സൈഡിലേക്ക് നീക്കി കൊടുത്തു. ശേഷം അതിൽ അല്പം എംസാൻഡും ചാണകപ്പൊടിയും എല്ലാം ഇട്ട് ഞാൻ കുറച്ച് മണ്ണ് കൂടി മുകളിലേക്ക് വാരിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു. അതിലുള്ളായിരുന്ന കല്ലുകളെല്ലാം പെറുക്കി മാറ്റി നല്ല വിധം മണ്ണും വളവുമെല്ലാം മിക്സാക്കി കൊടുത്തു. ശേഷം പോട്ടിലെ റെയിൻ ലില്ലി ചെടിയെ നന്നായി കഷ്ടപ്പെട്ട് തന്നെ ഞാൻ പുറത്തേക്ക് എടുത്തു. ശ്വാസം വിടാൻ കഴിയാത്ത വിധം പോട്ടിൽ ചെടികൾ തിങ്ങി നിറഞ്ഞിരുന്നു. ഞാനതെല്ലാം വേർതിരിച്ചെടുത്ത് തലഭാഗം കട്ട് ചെയ്ത് ഇതുപോലെ നട്ടുകൊടുത്തു 2 ലൈനായിക്കൊണ്ട്. എല്ലാം നട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് നനച്ചും കൊടുത്തു. ശരിക്ക് 2 ആഴ്ചയായപ്പോഴേക്കും അത് വളർന്ന് അതിൽ പൂക്കളുണ്ടാവാൻ തുടങ്ങി. വീടിൻ്റെ മുൻഭാഗമായതുകൊണ്ട് തന്നെ അത് ഒന്നുകൂടി ആകർഷണീയമാക്കണമെന്ന് എനിക്ക് തോന്നി. വീട്ടിലുണ്ടായിരുന്ന പഴയ ഓടുകൾ ഇതുപോലെ നീളത്തിൽ കുറുകെ ഞാൻ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്ത ഓടുകൾ ഇതുപോലെ സൈഡ് വൃത്തിയാക്കി ഞാൻ ഇതുപോലെ നീളത്തിൽ അടുക്കി കൊടുത്തു. ആദ്യത്തെ ഒരു ഓട് കട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നീടുള്ളതെല്ലാം വളരെ ഈസിയായി തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഓട്ടിൽ കുറച്ച് പെയിൻറ് കൂടി അടിച്ചാൽ നന്നായിരിക്കും. ഏതായാലും ഓടുകളെല്ലാം ഇതുപോലെ വളരെ വൃത്തിയായി ഞാൻ അടുക്കി വെച്ച് കൊടുത്തു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമായിരിക്കും. എല്ലാ ഓടുകളും ഇതുപോലെ വെച്ച് അതിൻ്റെ സൈഡിലേക്കെല്ലാം മണ്ണുകളെല്ലാം നിറച്ച് ഞാൻ വളരെ വൃത്തിയായി ചെയ്തു കൊടുത്തു. ഏകദേശം ഒരു മാസമായപ്പോഴേക്കും ചെടിയെല്ലാം നന്നായിട്ട് വളർന്നു വരാൻ തുടങ്ങി. ചെടികളൊക്കെ നന്നായി വേരോട്ടം പിടിച്ചതിന് ശേഷം വേണം മറ്റ് വളങ്ങൾ ചെയ്തു കൊടുക്കാൻ. ഏതായാലും ഇപ്പോൾ തന്നെ പൂക്കളുണ്ടായി തുടങ്ങി. റെയിൻ ലില്ലി ചെടി വളർന്ന് നിറയെ പൂക്കളായാൽ എൻ്റെ മുറ്റം തന്നെ മനോഹരമായിരിക്കും.